ശ്രീ ജയചന്ദ്രൻ, രണ്ട് കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇത്തരം കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് മുൻപിൽ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ എന്നതിൽ കേരളം കേന്ദ്രത്തിൽ നിന്നടക്കം ഒരുപാട് അവഗണന നേരിടുന്ന വിഷയങ്ങളിലടക്കം പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വലിയ പിന്തുണ പ്രതീക്ഷിച്ച കാലമൊക്കെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഷജീർ പറഞ്ഞതുപോലെ അത്തരം പൊതുവായ പ്രശ്നങ്ങളിൽ ഇങ്ങനെ ഇന്ന് കണ്ടതുപോലെ ഒരു ഇടപെടലുണ്ടെങ്കിൽ ഷജീർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കിട്ടും നല്ല സല്യൂട്ട്. ആ സല്യൂട്ട് ഇന്ന് കിട്ടിയെങ്കിൽ അതൊരു തിരിച്ചറിവാണോ അദ്ദേഹത്തെ സംബന്ധിച്ച്? അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സമീപനത്തിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള സമീപനത്തെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കും? പ്രത്യേകിച്ച് ഈ സമീപകാലത്തുണ്ടായ വിഷയങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഷജീർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, സുതാര്യത ഇല്ല എന്ന പ്രതിപക്ഷ ആരോപണം. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അങ്ങനെയൊക്കെ പറയേണ്ടതും പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ സുതാര്യതയില്ലാതെ ഒരു സംവിധാനത്തിന് ഈ കണ്ട നിലയിലൊക്കെ പെർഫോം ചെയ്യാൻ കഴിയുമോ? അതുതന്നെയല്ലേ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം. ലോകത്ത് നിന്ന് വന്നിട്ടുള്ള സംരംഭകരാകട്ടെ, കേന്ദ്രമന്ത്രിമാരാകട്ടെ, അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാർ, രാജ്യത്തിന് പുറത്തു നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മന്ത്രിമാർ, നയതന്ത്ര പ്രതിനിധികൾ, സംരംഭകരൊക്കെ അവരുടെ അനുഭവങ്ങളിലൂടെ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ സുതാര്യതയില്ലാതെ, ഒരു കൃത്യമായ കാഴ്ചപ്പാടില്ലാതെ പോയാൽ ആർക്കാണ് ഈ നേട്ടം കൈവരിക്കാനാവുക? അപ്പോൾ ആ പറയുന്ന പ്രതിപക്ഷ ആക്ഷേപത്തിന് കഴമ്പുണ്ടോ? ഇന്നത്തെ പരിപാടിയുടെ ആകെയുള്ള ഒരു മികവിൽ ശ്രീ ജയചന്ദ്രൻ കണ്ടതും താങ്കളെ സ്വാധീനിച്ചതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരത്തെ, ഞാൻ നമ്മുടെ ഈ ആഗോള നിക്ഷേപ ഉച്ചകോടി ഇന്നിപ്പോൾ രാവിലെ ഉദ്ഘാടനം ചെയ്ത് തുടങ്ങി. ഇപ്പോഴും അതിൻ്റെ മറ്റു പരിപാടികളവിടെ നടക്കുകയാണല്ലോ, നാളെയുമുണ്ട്. ഫീൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, താങ്കൾ പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനം ചോദിച്ചല്ലോ. ഞാനത് കൂടുതലായിട്ട് രാഷ്ട്രീയം ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയപരമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കാതിരുന്ന ഒരാളാണ്. പക്ഷേ ഷജീർ അങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അക്കാര്യം പറയാതിരിക്കാനും കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഭാഗം തുടക്കത്തിൽ തന്നെ എടുക്കുന്നത്. അത് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത്, പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ മുന്നണിയായ UDF-ഉം എടുത്ത നിലപാടുകളിൽ നിന്നുള്ള ഒരു വലിയ യൂട്ടേണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇന്ന് അദ്ദേഹം വലിയ തുറന്ന പിന്തുണയാണ് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുന്നത്. ഈ ആഗോള നിക്ഷേപ സംഗമത്തിൽ പരിപാടിയിൽ പ്രഖ്യാപിച്ചത് അവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ചാനലിൽ ലൈവായിട്ട് കേരളത്തിൽ തന്നെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇതിൽ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അദ്ദേഹം ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെല്ലാം, ഞാൻ ഏതാണ്ട് എല്ലാ ചാനലുകളിലും ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണല്ലോ, എല്ലാ പ്രതിപക്ഷ കക്ഷി നേതാക്കളെല്ലാം അവിടെ സന്നിഹിതരാറുണ്ട് ഇത്തരം ചർച്ചകളിലൊക്കെ. എല്ലാവർക്കും കേരളത്തിനോട് പരമമായ, ഗവൺമെന്റിനോട് പരമമായ ഒരു ഈ എന്താ പറയുന്നത്, ശത്രുത എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അൺഡെമോക്രാറ്റിക് ആണ്. അങ്ങനെയല്ല, ഒരു വിപ്രതിപത്തി നിരന്തരം, അതാണ് ജനങ്ങൾക്കിടയിലേക്ക് പ്രസരിപ്പിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് അങ്ങനെയല്ല വേണ്ടത് എന്ന് ഇന്നെങ്കിലും അദ്ദേഹത്തിന് തോന്നിയത്, നല്ല ഒരു നിലവാരത്തിലേക്ക് അദ്ദേഹത്തിന് ചിന്താഗതികളും ഒക്കെ മാറിയതിന്റെ സൂചനയായിട്ട് കാണാമോ എന്നുള്ളത് ഇന്നല്ല വിലയിരുത്തേണ്ടത്. അതിന് സമയം ഇനി വരുന്നുണ്ട്. പക്ഷെ ഇന്ന് മറ്റൊരു സംഗതിയുണ്ട് ശരത്തെ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം ചാനലുകളിലെ ഇപ്പൊ ചർച്ച നടക്കുകയാണല്ലോ ഇതേ വിഷയം തന്നെ. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്തൊക്കെയാണ് ചർച്ചകളിൽ പറയുന്ന കാര്യം. അതിൽ ഏറ്റവും കൗതുകകരമായി തോന്നിയ ഒരു വിഷയത്തിന് നമ്മുടെ ഈ ചർച്ച തുടങ്ങിയപ്പോൾ മന്ത്രി രാജൻ ഭംഗിയായി മറുപടി പറഞ്ഞു കേട്ടു. അത് ശരിക്കും വളരെ വസ്തുതാപരമായി അദ്ദേഹത്തിന്റെ മറുപടി ഉൾക്കൊള്ളുകയും ചെയ്തു കേട്ടോ. മറ്റൊന്നുമല്ല, ഈ നമ്മുടെ ഗ്രേഡിങ്, അത് തന്നെയാണ് പ്രശ്നം. അത് അദ്ദേഹം ഈ വിദ്യാഭ്യാസ രീതിയുമായി ബന്ധപ്പെടുത്തിയതിനെ പറഞ്ഞു, കിട്ടുന്ന കാലം ഗ്രേഡിംഗ് ആയി. അവിടെ ലക്ഷക്കണക്കിന് കുട്ടികളുടെയാണ് ഗ്രേഡിംഗ് നടക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. 29 സംസ്ഥാനങ്ങൾ മാത്രമാണ് ആ ഗ്രേഡിങ്ങിന് വിധേയമാകുന്നത്. ആ 29 സംസ്ഥാനങ്ങൾ ഗ്രേഡിങ്ങിന് വിധേയമാകുമ്പം ഓരോരുത്തർക്കും കിട്ടുന്ന ഗ്രേഡ് എത്ര എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവില്ലേ? അതല്ലേ കഴിഞ്ഞ മാസം ദാവോസിൽ വെച്ച് ചന്ദ്രബാബു നായിഡു നമ്മുടെ വ്യവസായ മന്ത്രിയോട് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ മറികടന്നുവല്ലോ റാങ്കിങ്ങിൽ, ഞങ്ങളത് തിരിച്ചു പിടിക്കാനായിരിക്കും ഞങ്ങളുടെ ശ്രമം. അതായത് നമ്മൾ മുമ്പിലാണെന്ന് ദാവോസിൽ വെച്ച് ചന്ദ്രബാബു നായിഡു ഒരു നിമിഷം സോറി ശ്രീ ജയചന്ദ്രൻ സോറി, 1 മിനിറ്റ്. അതായത് കാണാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, എങ്കിലും
ഞാനിങ്ങനെ ഒന്ന് കാണിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അതായത് നമ്മൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന ഈ ഗ്ലോബൽ സമ്മിറ്റിലേക്ക് പോകുന്ന വളരെ പ്രധാനപ്പെട്ട, അതായത് കേന്ദ്രമന്ത്രിമാർ ജയന്ത് ചൗധരി ആകട്ടെ, പീയൂഷ് ഗോയൽ ആവട്ടെ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാവട്ടെ, ബാക്കി മുഖ്യമന്ത്രി മുതലൊക്കെ ഇതിൻ്റെ സംഘാടകർ കൂടിയാണ് കടന്നു പോകുന്ന, ബാക്കി ഡെലിഗേറ്റ്സ് മാധ്യമപ്രവർത്തകരൊക്കെ കടന്നു പോകുന്ന ഭാഗത്ത് നമ്പർ 1 എന്ന് അതിഗംഭീരമായി വലിയ ഉയരത്തിൽ ഒരു 6 അടി പൊക്കത്തിൽ 6-7 അടി പൊക്കത്തിൽ, എനിക്കൊന്ന് ശ്രീ എം ജയചന്ദ്രൻ്റെ പൊക്കം കാണും, നല്ല ഹൈറ്റുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഹൈറ്റിൽ വരുന്ന ഒരു നമ്പർ 1 വെച്ചിട്ടുണ്ട്. അതിന് താഴെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? കേരള ടോപ്പ് അച്ചീവർ EODB മീൻസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതായത് കേന്ദ്രമന്ത്രിമാർ വരുന്ന, മറ്റ് രാജ്യങ്ങളിലെ മന്ത്രിമാർ വരുന്ന ഒരു സ്ഥലത്ത് അത്ര ഉത്തരവാദിത്തത്തോടെ വെക്കുന്നു. അതിൽ റാങ്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ടോപ്പ് അച്ചീവർ എന്നാണ് പറഞ്ഞത്. ടോപ്പ് അച്ചീവർ ഒന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് കേരളം. അതാണ് ചന്ദ്രബാബു നായിഡു ദാവോസിൽ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനം അടിച്ചുകൊണ്ട് പോയി, അത് തിരിച്ചു പിടിക്കുക അത്ര എളുപ്പമല്ല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് ദാവോസിൽ വ്യവസായ മന്ത്രി പി രാജീവ് ഇരിക്കെ പറഞ്ഞത് നമ്മൾ ആ വീഡിയോ ഒക്കെ നമ്മുടെയൊക്കെ കൈരളി ന്യൂസിൻ്റെ അടക്കം വാർത്തകളിലൂടെ കണ്ടതാണ്. ശ്രീ ജയചന്ദ്രൻ കംപ്ലീറ്റ് ചെയ്തോളൂ. അല്ല, അതിൽ തന്നെ ആസ്പിരന്റ്, അച്ചീവർ, ടോപ്പ് അച്ചീവർ അങ്ങനെയാണല്ലോ ഗ്രേഡിംഗ് തന്നെ ഉള്ളത്. അത് നിലവിലുള്ളതാണല്ലോ, അതേ നമ്മൾ പറഞ്ഞുള്ളൂ. പക്ഷെ അതിനെ എത്ര വികൃതമാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത്? എന്തിനാണ് അത്തരം ശ്രമങ്ങളുടെ ലക്ഷ്യം എന്താണ്? എത്രത്തോളം സ്വന്തം സംസ്ഥാനത്തെ ഇകഴ്ത്താൻ പറ്റുമോ അത് ഇകഴ്ത്തുക. ആ കെണിയിൽ, അല്ലെങ്കിൽ അത്തരം ഒരു കെണി ഒരുക്കാൻ കൂട്ടുനിന്നില്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഇന്ന് അദ്ദേഹത്തിന് മഹത്വം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ വരെ അദ്ദേഹം എന്ത് പറഞ്ഞാലും ചെയ്താലും ഇന്ന് ലോകത്തിന് മുമ്പിൽ നമ്മളെ രസകരമായ കാര്യം ശ്രീ ജയചന്ദ്രൻ, താങ്കൾ വളരെ സീനിയറായ ഒരു ജേർണലിസ്റ്റാണ്. നിങ്ങളൊക്കെ ചെയ്ത ഒരു മാധ്യമ പ്രവർത്തനം കൂടി കണ്ടും മനസ്സിലാക്കി മാധ്യമപ്രവർത്തകരായി വന്ന ആളുകളാണ്. അവിടെ ഈ വലിയ പരിപാടി കഴിഞ്ഞ് ഭയങ്കര ജോവിയലായി അസാമാന്യമായി എല്ലാവരും എൻഗേജ് ചെയ്യിച്ചിട്ടാണ് പീയൂഷ് ഗോയൽ സംസാരിച്ചത്. ഭയങ്കര രസകരമായി സംസാരിച്ചു. നിങ്ങളുടെ ബിസിനസ് ലെവലിൽ കേരളത്തിൻ്റെ ഈ വളർച്ചയെക്കുറിച്ചൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി, നിങ്ങൾക്കതിന് കഴിയും, നിങ്ങൾ അങ്ങനെ പൊക്കോളൂ. ഞാൻ മുമ്പ് റവന്യൂ മന്ത്രിയോട് പറഞ്ഞു, പ്രോത്സാഹനമാണ്, അൾട്ടിമേറ്റ് പ്രോത്സാഹനമാണ്, കാശും തരണ്ടല്ലോ. കാശ് തരുന്ന കേസ് വരുമ്പോൾ കോടതി ചോദിച്ച പോലെ, ഇന്ന് ഹൈക്കോടതി അടക്കം ചോദിച്ച പോലെ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൻ്റെ സ്ഥിതി വേറെയാണ്. അപ്പോൾ അങ്ങനെ പീയൂഷ് ഗോയൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. പീയൂഷ് ഗോയൽ വളരെ ഹാപ്പിയായി വന്ന് പുറത്തിറങ്ങുമ്പോഴാണ് മൈക്ക് നീട്ടുമ്പോൾ വളരെ കൗശലം നിറഞ്ഞ വളരെ കണ്ണിങ് ആയ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതിന് ശേഷം വരുന്ന തലക്കെട്ട് എന്താണെന്ന് വെച്ചാൽ, പി രാജീവിനെ തള്ളി പീയൂഷ് ഗോയൽ എന്ന് പറഞ്ഞ് ഉച്ചവരെ കണ്ടതിനെ അങ്ങ് ആവിയാക്കി കളയുന്ന തരത്തിലേക്കാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ടോപ്പ് അച്ചീവർ എന്നാണ് കേരളം പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ 1ാം റാങ്ക് എന്നല്ലല്ലോ. ടോപ്പ് അച്ചീവർ ആണ് കേരളം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്തിലെ ടോപ്പ് അച്ചീവർ കേരളമാണ്, നോ ഡൗട്ട്. അത് മന്ത്രിക്കുമില്ല. ആ സിസ്റ്റം മാറിയെന്നേ പറഞ്ഞുള്ളൂ പീയൂഷ് ഗോയൽ. യെസ് പ്ലീസ്. അതെ, അല്ലെ, മാധ്യമകുലം എന്ന് നമ്മൾ പരസ്പരം പറയുമെങ്കിലും ഒരു ട്രച്ചറസ് ബ്രേക്കിംഗ് ആയിരുന്നു ഇക്കാര്യത്തിൽ നമ്മളുടെ മീഡിയ, ഇലക്ട്രോണിക് മീഡിയ പ്രത്യേകിച്ചും കൊടുക്കാൻ തയ്യാറായത്. പിന്നെ അത് പീയൂഷ് ഗോയൽ പറഞ്ഞതിന് പിന്നാലെ ചൗധരി ചരൺ സിംഗിന്റെ കൊച്ചുമകനാണല്ലോ ജയന്ത് ചൗധരി, UP. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാൻ തിരിച്ചു എന്നിട്ട് യോഗി ആദിത്യനാഥ് ജിയോട് പറയും, ഇവിടെ വാട്ടർ മെട്രോ ഉണ്ട്, മെട്രോ റെയിലുണ്ട്, രണ്ടും അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യണം എന്ന് പറയും എന്ന് കേരളത്തിന്റെ ഈ വേദിയിൽ നിന്ന് ജയന്ത് ചൗധരി പറയുകയാണ്. അപ്പൊ അതൊക്കെ നമുക്കുണ്ടാക്കുന്ന, ഞാനതാ പറഞ്ഞത്, ഇത് നമ്മുടെ കേരളം തന്നെയാണോ എന്ന് ഈ പരിപാടി രാവിലെ മുതൽ കാണുന്ന ഓരോ മലയാളിയും അന്തം വിട്ടു പോകുന്ന വിധം അത്യധികം ആകർഷിക്കുന്ന ഒരു ഗംഭീര പരിപാടിയായിട്ട് തന്നെയാണ് ഇതിനെ ഞാൻ കൺസീവ് ചെയ്തത്. ഒപ്പം ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞില്ലേ, ഷകീർ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം നിർത്താം. ഒറ്റ കാര്യം, അതായത് നമ്മുടെ ബ്രെയിൻ ഡ്രെയിനിന്റെ കാര്യം പറഞ്ഞു ഷകീർ. നമ്മുടെ കണക്കുകളുണ്ട് കേട്ടോ ബ്രെയിൻ ഡ്രെയിനിന്റെ കാര്യത്തിൽ. നിങ്ങൾ എപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യമാണ്, വ്യാഖ്യാന വൈകൃതമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് കേരളത്തിലല്ല, അത് ഗുജറാത്താണ്. അതെന്താണ്? അത് പ്രോവൻസ് ഫിഗേഴ്സ് ആണ്. അതെല്ലാം 2 മഹാരാഷ്ട്രയാണ്, 3 പഞ്ചാബാണ്, 4 തെലങ്കാനയാണ്. ഇതൊക്കെ പ്രോവൻസ് ഫിഗേഴ്സ് അല്ലേ? അപ്പൊ ഇതിനെയൊക്കെ അവഗണിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഈ കൊച്ചു കേരളത്തെ, അങ്ങനെയൊന്നും അല്ലാത്ത കൊച്ചു കേരളത്തെ നിരന്തരം ആക്രമിക്കുന്നത്? ബ്രെയിൻ ഡ്രെയിൻ, ഇവിടുന്ന് എല്ലാവരും ഓടിച്ചാടി പോകുന്നു. അത് ദയവായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, ഇപ്പൊ ഇന്ന് വേണമെന്നല്ല, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തിരുത്താൻ ശ്രമിക്കും. ഓക്കെ, റൈറ്റ്, തീർച്ചയായും. പക്ഷേ ഞാനെപ്പോഴും പറയും, ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ആളുകളെ കെട്ടിപ്പൂട്ടിയിടാൻ കഴിയില്ല.
അല്ല അത് വേണ്ട ഷജീർ, അത് വിട്ടേക്ക്, ഞാനും അതിലേക്ക് എൻഗേജ് ചെയ്യിച്ചല്ല. അദ്ദേഹം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരു കമൻറ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ബ്രെയിനെ നമുക്ക് ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് കെട്ടിയിടാൻ കഴിയില്ല. അവർ പ്രത്യേകിച്ച് മലയാളികൾക്ക് പ്രവാസത്തിൻ്റെ ഒരു വല്ലാത്ത കരുത്തും അനുഭവവും പാരമ്പര്യമുള്ള മനുഷ്യരാണ്. ആ മൈഗ്രേഷനിലേക്ക് അവർ പോകും, അവർ പുതിയ ഇടങ്ങൾ കണ്ടെത്തും, അവിടെ ജീവിക്കും, ജീവിതം കെട്ടിപ്പടുക്കും, സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അതിൻ്റെ ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളും ഒക്കെ പരിശോധിച്ച് അതിനനുസരിച്ച് പോവുക എന്നുള്ളത് അതാത് കാലത്ത് നാട് ഭരിക്കുന്ന സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്. അതിനനുസരിച്ച് പോകണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ അതുകൂടി കണ്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിലേക്കും മാറ്റങ്ങളിലേക്കും പോകുന്നു. ഇവിടെ വ്യവസായ രംഗത്ത് ഈ മാറ്റം വരുന്നു, അതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ നാട്ടിലുണ്ടാക്കുന്നു. പുറത്തേക്ക് പോകുന്നവരെ സ്വാഭാവികമായി നാട്ടിലേക്ക് ആകർഷിക്കാം. പുറത്തേക്ക് പോകുന്ന ഈ മികവിനെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ കൂടുതൽ ശ്രമിക്കാം. അങ്ങനെയുള്ള ഒരു വലിയ പരിശ്രമം സ്വാഭാവികമായും ഈ ആലോചനകളിലൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് സപ്ലിമെൻ്റ് ചെയ്തു എന്ന് മാത്രം